ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെജിറ്റബിൾ ചോപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു വെജിറ്റബിൾ ചോപ്പറാണിത്. നമുക്ക് ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളിത് ബോക്സിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലുള്ള ഈ കവറൊന്ന് മാറ്റാം. പീജന്റെ ഹാൻഡി ചോപ്പർ മിനിയാണിത്. നമുക്ക് കിച്ചണിൽ വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. ഇതിൻ്റെ ബോക്സിലുള്ള പ്രൈസ് 545 ആണ്. നമുക്കിത് ഒരു 350 ആ ഒരു റേഞ്ചിൽ കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ചോപ്പർ. ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബൗൾ പോലെയുണ്ട്. ഇതിനുള്ള 3 ബ്ലേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ബ്ലേഡ്സ് ഉള്ള ഈ പാർട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. 3 ബ്ലേഡ്സ് ഉണ്ട്. ബ്ലേഡ്സ് നല്ല ഷാർപ്പാണ്, അതുകൊണ്ട് കൈമുറിയാതെ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇതിങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലിഡ് ഇവിടെയുള്ള ഈ ലോക്ക് പോലെയുള്ളതിൽ വീഴണം. ഇനി ഇതിൻ്റെ ഒരു കൈ നമുക്ക് ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമുക്ക് ഇതിൻ്റെ കോഡിൽ വലിച്ചു കൊടുക്കാം. നമുക്കപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് എങ്ങനെയാണ് ചോപ്പ് ചെയ്യുക എന്ന് നോക്കാം. സവാള ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഒരു 1.5-2 സവാള വരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ ഒരു സവാള ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ലോക്കൊക്കെ കറക്റ്റ് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോഡിൽ ഒന്ന് വലിച്ചു കൊടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളായി വരണ്ടെങ്കിൽ 3-4 തവണ ഇങ്ങനെ കോഡിൽ വലിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സവാളയൊക്കെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം കോഡിൽ 3-4 തവണ കൂടി ഇങ്ങനെ വലിച്ചു കൊടുക്കാം. നമ്മൾ തോരനൊക്കെ അരിയുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സവാള നന്നായിട്ട് ചോപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് ഒന്ന് എടുത്ത് മാറ്റാം. സവാള മുറിക്കുമ്പോൾ കണ്ണ് നീറുമെന്നുള്ള പ്രോബ്ലം ഇല്ല. സവാള നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ക്യാരറ്റ് എങ്ങനെയാണ് ചോപ്പ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം നമ്മളിതിൽ ബ്ലേഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ കോഡിൽ വലിച്ചു കൊടുക്കാം. നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടാൻ കൂടുതൽ തവണ ഇതിൻ്റെ കോഡിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കണം. തോരനൊക്കെ അരിയുമ്പോൾ ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് ഇതൊക്കെ നമുക്ക് ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാം. തോരൻ അരിയാൻ ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. നമ്മുടെ ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് എടുത്ത് മാറ്റാം. ക്യാരറ്റ് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ളതുപോലെ ചെറുതായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ തക്കാളിയാണ് അരിഞ്ഞു കാണിക്കുന്നത്. ആദ്യം നമ്മൾ ബ്ലേഡ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. ലിഡ് ക്ലോസ് ചെയ്ത് ലോക്ക് വീണതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കോഡിൽ പിടിച്ചിങ്ങനെ വലിച്ചു കൊടുക്കാം. എത്ര തവണ നമ്മളിങ്ങനെ കോഡിൽ വലിക്കുന്നോ അതനുസരിച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങളുടെ വലിപ്പം കുറഞ്ഞു കിട്ടും. നമ്മുടെ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് ഒന്ന് മാറ്റാം. തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ ഫ്രൂട്ട്സും ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. കിച്ചണിൽ നമുക്ക് തോരനൊക്കെ അരിയാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്